ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷിദാസ് ടോക്ക്. മൈ ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റായ വിങ്സ് ഓഫ് ഹോപ്പ്. അതിലുള്ള ഫസ്റ്റ് ലെസൺ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പോമാണ്. അപ്പോൾ ആ പോമിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ സോറൻ കീർക്കെഗാർഡിൻ്റെ 2 ലൈൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. കോൺഫിഡൻസ് ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഈ 2 ലൈനിൽ എന്തർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്? ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. പ്രതീക്ഷ എന്നത് സാധ്യമാകാവുന്ന കാര്യങ്ങളിലുള്ള ശക്തമായ വിശ്വാസവും ആഗ്രഹവുമാണ്. അതായത് ഒരു കാര്യം നടക്കാത്തതുപോലും ഒരു ദിവസം നടക്കും എന്ന വിശ്വാസമാണ് പ്രതീക്ഷ. കോൺഫിഡൻസ് ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ആത്മവിശ്വാസം എന്നത് പ്രതീക്ഷയുടെ, അതായത് ഹോപ്പിൻ്റെ ഒരു പ്രസൻറ്റ് ടെൻസ് രൂപമാണ്, വർത്തമാനകാല രൂപമാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രതീക്ഷ ഭാവിയെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രവൃത്തികളിൽ പ്രകടമാകുമ്പോൾ അതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാഠത്തിലേക്ക് കടക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലെറ്റ്സ് ലോഗിൻ എന്ന ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റോറി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി വായിച്ച് അതിനോടൊപ്പമുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഞാനിത് സ്റ്റോറി ലൈൻ ബൈ ലൈനായിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ ആ ഒരു സ്റ്റോറി ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പണ്ട് കാലത്ത് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് ദേവന്മാരുടെ രാജാവായ സ്യൂസ് പാൻഡോറ എന്ന സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഈ പാൻഡോറക്ക് വിവാഹ സമ്മാനമായിട്ട് ദേവന്മാര് ഒരു പെട്ടി നൽകി. ഈ പെട്ടി നൽകുമ്പോൾ പാൻഡോറയോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും ആ പെട്ടി നീ തുറക്കരുത്. ആ പെട്ടി അടച്ചിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നിനക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പാൻഡോറ എന്ന് പറഞ്ഞാൽ വളരെ ക്യൂരിയോസിറ്റി ഉള്ള കുട്ടിയാണ്. അതായത് കൗതുകം വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുള്ള കുട്ടിയാണ്. ജിജ്ഞാസാവതിയായ നമ്മുടെ പാൻഡോറ എന്തു ചെയ്തു? ആ പെട്ടി തുറന്നു. അപ്പൊ ആ ഒരു പെട്ടിയിൽ നിന്നും ലോകത്തിലെ എല്ലാ തിന്മകളും, രോഗം, ദുഃഖം, ദുരിതം, ഭയം, കോപം, സ്വാർത്ഥത തുടങ്ങിയ എല്ലാ നെഗറ്റീവ് എനർജികളും പുറത്തു വന്ന് ലോകമെങ്ങും പടർന്നു. തെറ്റ് മനസ്സിലാക്കിയ പാൻഡോറ ഉടൻ തന്നെ പെട്ടി അടക്കുകയും മുട്ടുകുത്തി ആ പെട്ടിക്കരികിലിരുന്ന് ദൈവത്തോടും ജനങ്ങളോടും ചെയ്ത തെറ്റ് മാപ്പാക്കണമെന്ന് കേണ അപേക്ഷിച്ചു. ആ സമയത്താണ് ആ പെട്ടിക്കുള്ളിൽ നിന്നും ഒരു ചിറകടി ശബ്ദം പാൻഡോറ കേൾക്കുന്നത്. അപ്പോൾ അവൾ വീണ്ടും പെട്ടി തുറന്നു. ഇത്തവണ അവൾക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. ആ പെട്ടിയിൽ നിന്നും നല്ല ചിറകളൊക്കെയുള്ള സ്വർണ്ണ നിറമുള്ള പ്രതീക്ഷ എന്ന മാലാഖയായിരുന്നു പുറത്തേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് നമുക്ക് എല്ലാവിധ ദുരിതങ്ങളും തന്നിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് ധൈര്യം നൽകാൻ പ്രതീക്ഷയും നമ്മളോട് ഒപ്പം ഉണ്ട്, അല്ലെ? അപ്പൊ അതിനുശേഷം ഇവിടെ നമുക്കൊരു പാൻഡോറാസ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്? ദിസ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് എനിത്തിങ് ദാറ്റ് ക്രിയേറ്റ്സ് എ നമ്പർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ്. ആ ബോക്സ് എന്ന് പറയുന്നത് ഒരു യൂസേജ് ആയിട്ട് തന്നെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുക? നമുക്ക് വിചാരിക്കാതെ വരുന്ന, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് പാൻഡോറാസ് ബോക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. യൂസിങ് സോഷ്യൽ മീഡിയ വിത്തൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിംഗ് ഇൻ പാൻഡോറാസ് ബോക്സ്. അതായത് സോഷ്യൽ മീഡിയ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് പാൻഡോറാസ് ബോക്സ് തുറക്കുന്നത് പോലെയാണെന്നുള്ള ഒരു ഉദാഹരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതിനൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വെയർ പാൻഡോറ? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? വൈ? നിങ്ങളോട് ചോദിക്കുകയാണ്, പാൻഡോറയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ ആ പെട്ടി തുറക്കുമായിരുന്നോ? എന്തുകൊണ്ട്? അപ്പൊ അതിന് നമ്മൾ എങ്ങനെ ആൻസർ പറയാ?
പൊതുവെ നമുക്ക് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ യെസ് എന്ന ആൻസർ പറയുന്നതും നോ എന്ന ആൻസർ പറയുന്നതും കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ യെസ് എന്ന ആൻസർ പറയുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ വേണ്ടി പറ്റുക? യെസ്, I would have opened the box. We are human being and curiosity is natural. Like Pandora, I too would want to know what was ഇൻസൈഡ് ദ ബോക്സ്. അപ്പൊ ഞാനും എന്ത് ചെയ്യായിരുന്നു? പാൻഡോറയെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് തുറന്നു നോക്കും. കാരണം മനുഷ്യർക്ക് ജിജ്ഞാസ എന്ന് പറയുന്നത് സാധാരണമാണ് അല്ലെ. ഇനി നമ്മുടെ ആൻസർ നോ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് മറുപടി പറയാ? No, I would not open the box because I would obey the God's instruction. ഇല്ല, ഞാൻ ദേവന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരിക്കലും ആ പെട്ടി തുറക്കില്ല എന്ന് പറയും അല്ലെ. അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? Why do you think the gods placed hope in the box along with all the evils? എല്ലാ തിന്മകളുടെയും ഒപ്പം ദൈവം എന്തുകൊണ്ടാണ് ആ ഒരു പ്രതീക്ഷയെയും ആ ബോക്സിൽ അടച്ചത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ദ ഗോഡ്സ് പ്ലേസ്ഡ് ഹോപ്പ് ഇൻ ദ ബോക്സ് ടു ഗീവ് പീപ്പിൾ കറേജ് ആൻഡ് കംഫർട്ട്. മനുഷ്യർക്ക് ധൈര്യവും ആശ്വാസവും നൽകാനാണ് ദേവന്മാർ പ്രതീക്ഷയെ ആ പെട്ടിയിൽ വെച്ചത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് us ഹാർഡ് ടൈംസ്? നമ്മുടെ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ എങ്ങനെയാണ് പ്രതീക്ഷ നമ്മളെ സഹായിക്കുന്നത്? Hope gives us courage. It helps us face problems and never give up. പ്രതീക്ഷ നമുക്ക് ധൈര്യം നൽകുന്നു. പ്രശ്നങ്ങളെ നേരിടാനും അത് സധൈര്യം തരണം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് നൽകുന്നു അല്ലെ. ഓക്കെ, ഇനി നമ്മള് ഡയറക്റ്റ് നമ്മുടെ പോമിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മുടെ പോമിന്റെ പേര്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് feathers. Let's read and enjoy എന്ന ഭാഗത്ത് നമ്മളോട് പറയുന്നുണ്ട്. Doesn't the story of Pandora reminds us of the importance of hope in the face of adversity? അപ്പം നമ്മളോട് ചോദിക്കുകയാണ് അല്ലെ, നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്തും നമ്മളെ ഈ പാൻഡോറയുടെ സ്റ്റോറി പ്രതീക്ഷയുടെ ആ ഒരു പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഹാസ് ഹോപ്പ് എവർ ഹെൽപ്ഡ് യു ഇൻ ഹാർഡ് ടൈംസ്? നിങ്ങളോടാണ് ചോദിക്കുന്നത് മക്കളെ. നിങ്ങളെ എപ്പോഴെങ്കിലും പ്രതീക്ഷ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടുള്ള സമയത്ത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഐഡിയ ഫർദർ ഇൻ എമിലി ഡിക്കിൻസൺ പോം ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എമിലി ഡിക്കിൻസന്റെ ഈ ഒരു പോയത്തില് എന്തൊക്കെയാണ് നമ്മുടെ ഹോപ്പിനെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഈ പോമില് മീനിങ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു പക്ഷിയായിട്ടാണ് ഇവിടെ എമിലി ഡിക്കിൻസൺ താരതമ്യം ചെയ്യുന്നത്. ഈ ഒരു പക്ഷി നമ്മുടെ മനസ്സിലാണ് ജീവിക്കുന്നത്. അതിന് വാക്കുകളില്ലാതെ അത് മധുരമായ ഗാനം പാടുകയാണ് ചെയ്യുന്നത്. ആ ഗാനം നമുക്ക് നമ്മുടെ മനസ്സിന് ധൈര്യവും ഒരു ആശ്വാസവും നൽകുന്നുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രതീക്ഷയാകുന്ന ഗാനം നമ്മളെ വിട്ടു പോകുന്നില്ല. അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷയ്ക്ക് പകരമായി ഒന്നും തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ല എന്നുള്ള ഈ ഒരു സിമ്പിളായ തീമാണ് ഈ കവിതയിലുടനീളം എമിലി ഡിക്കിൻസൺ നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റാൻസിയായിട്ട് ഈ കവിതയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. പ്രതീക്ഷ എന്നത് തൂവലുകളുള്ള ഒരു വസ്തുവാണ്. തൂവലുള്ള വസ്തു എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രതീക്ഷയെ പക്ഷിയോട് താരതമ്യം ചെയ്ത് പോയറ്റിക് ഡിവൈസായ മെറ്റഫറാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. ആ പക്ഷി നമ്മുടെ ആത്മാവിലാണ് ചേക്കേറിയിരിക്കുന്നത് അല്ലേ. പേർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുക, പക്ഷികളൊക്കെ വന്ന് ഇരിക്കുക എന്ന് പറയുന്നില്ലേ, അതിനാണ് നമ്മൾ പേർച്ചസ് എന്ന് പറയുന്നത്. ചേക്കേറുക എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് മീനിങ് പറയുക. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്. ആ പക്ഷി എന്ത് ചെയ്യാണ്? വാക്കുകളില്ലാതെ അത് മധുരമായ ഗാനം ആലപിക്കുന്നു. അതായത് പ്രതീക്ഷ എന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് എന്ത് നൽകുന്നുണ്ട്? നമുക്ക് ധൈര്യം നൽകുന്നുണ്ട് അല്ലെ. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അത് അതിൻ്റെ ആ ഒരു മധുരകരമായ ഗാനം ഒരിക്കലും നിർത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അത് എപ്പോഴെങ്കിലും നിലച്ചു പോകുന്നുണ്ടോ? ഒരിക്കലും നിലച്ചു പോകുന്നില്ല. ഏത് കഷ്ടപ്പാടിലും ആ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിന് സെക്കൻഡ് സ്റ്റാൻസ. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ?
ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ് അല്ലെ. അപ്പൊ ആ ഒരു കൊടുങ്കാറ്റുള്ള സമയത്താണ് അതിന്റെ പാട്ട് ഏറ്റവും മധുരമായി കേൾക്കുന്നത്. ഇവിടെ കൊടുങ്കാറ്റ്, ഗെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കഷ്ടതകളെയാണ്, നമ്മുടെ കഷ്ടപ്പാടുകളെയാണ്. അതായത് സന്തോഷമുള്ള സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നും നമ്മൾ വെച്ച് മുന്നോട്ട് പോവാറില്ല. നമ്മൾ ഈ പ്രതീക്ഷ നമ്മളെ മനസ്സിൽ വെക്കുന്നത് എപ്പോഴാണ്? നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് അല്ലെ. കഷ്ടപ്പാടുള്ള സമയത്താണ് നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ വില മനസ്സിലാക്കിയും നമ്മുടെ മനസ്സിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് നല്ലൊരു കാലം വരുന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തുന്നത് എപ്പോഴാണ്? നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? കൊടുങ്കാറ്റുള്ള സമയത്താണ് അതിന്റെ ഗാനം ഏറ്റവും മനോഹരമായിരിക്കുന്നത് എന്ന് പറയുന്നത്. കഷ്ടപ്പാടുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതീക്ഷയെ നമ്മൾ മുറുകെ പിടിക്കുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സോം. ആ ഒരു കാറ്റ് എന്ന് പറയുന്നത് അതിശക്തമായിരിക്കണം, അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റായിരിക്കണം അല്ലെ. ഇവിടെ സ്റ്റോം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയാണ്, ഡിഫിക്കൽട്ടീസ് ഓഫ് അവർ ലൈഫാണ് ഇവിടെ സ്റ്റോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. ഈ രണ്ട് ലൈൻ കണക്ട് ചെയ്ത് വായിക്കണം. കാരണം അത്ര ഭയങ്കരമായ ജീവിതത്തിൽ നമുക്ക് തടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ആ ഒരു ലിറ്റിൽ ബേർഡിനെ, ലിറ്റിൽ ബേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീക്ഷയെ എന്ത് ചെയ്യാൻ പറ്റൂ? ഭയപ്പെടുത്താൻ പറ്റുള്ളൂ. അതായത് പ്രതീക്ഷയെ തളർത്താൻ പറ്റുള്ളൂ. കാരണം അത്രയും വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളെ മുന്നിൽ ആ ഒരു പ്രതീക്ഷ കുറച്ചൊന്ന് മങ്ങലേൽക്കുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും. അത്രയധികം വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ വന്നു പെടുമ്പോൾ മാത്രം. ദാറ്റ് ക്യാപ്റ്റ് സോ മെനി വാം. അവിടെയും നമ്മളോട് എന്ത് പറയാണ് നമ്മളെ കവി? ആ പക്ഷി അനേകം ആൾക്കാർക്ക് വാംത്ത് നൽകിയിട്ടുണ്ട്, ഊഷ്മളത നൽകിയിട്ടുണ്ട് എന്ന് കവി പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു വാംത്ത് എന്ന് പറയുന്നത് ആശ്വാസവും ധൈര്യവുമാണ് അല്ലെ. ഈ പക്ഷി അനേകം ആളുകൾക്ക് ആശ്വാസവും ധൈര്യവും നൽകിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് സ്റ്റാൻസയിലുള്ള സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും എന്ത് പറയുന്നുണ്ട് നമ്മളോട്? അത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ ആ ഒരു ചെറിയ പക്ഷിയെ, ആ ഒരു പ്രതീക്ഷയെ തളർത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ സ്ഥാനത്ത് തന്നെ നമ്മുടെ ഫോർത്ത് ലൈനിൽ നമ്മുടെ കവി എന്ത് പറയാ? അനേകമായിരം ആൾക്കാർക്ക് ഈ പ്രതീക്ഷ എന്ത് നൽകുന്നുണ്ട്? ആശ്വാസവും ധൈര്യവും നൽകിയിട്ടുണ്ട്. അവിടെയും നമ്മൾ പ്രതീക്ഷ കൈവിടരുത് എന്ന് തന്നെയാണ് നമ്മളോട് ആര് പറയുന്നത്? കവിത്രി പറയുന്നത്. ഇനി ഇതിലുള്ള ലാസ്റ്റ് സ്റ്റാൻസ. I have heard it in the chillest land. ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തണുപ്പേറിയ പ്രദേശം അല്ലെ. തണുപ്പേറിയ പ്രദേശങ്ങളിലും ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്? ഇതിന്റെ ഈ ഒരു ഗാനം കേട്ടിട്ടുണ്ട്. അതായത് തണുപ്പേറിയ പ്രദേശം, ചില്ലസ്റ്റ് ലാൻഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കഠിനമായ നമ്മുടെ സാഹചര്യങ്ങളെയാണ് അല്ലെ, നമ്മുടെ ഡിഫിക്കൾട്ട് സിറ്റുവേഷനെയാണ് ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലും നമ്മളിൽ എന്തുണ്ടാവാറുണ്ട്? പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, വിചിത്രമായ കടലുകളിലും എന്തുണ്ടാവാറുണ്ട്? പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്. സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നതും കഷ്ടപ്പാടുകളെ തന്നെയാണ് കവി ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാത്തതും പെടുന്നതുമായ ചില പ്രശ്നങ്ങളും അപകടങ്ങളും അല്ലെ. അപ്പൊ ഇവിടെ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറഞ്ഞാലും ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ലൈഫിലെ വെല്ലുവിളികളെയാണ്, ചാലഞ്ചിങ് ലൈഫ് എക്സ്പീരിയൻസിനെയാണ് കവിയത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ലൈഫിൽ വെല്ലുവിളി നേരിടുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നുണ്ട്? പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി, ഏറ്റവും വലിയ ദുരിതത്തിലും അല്ലെ, നമ്മളെ ഏറ്റവും തീരാ ദുരിതത്തിലും നമ്മളോടൊപ്പം എന്തുണ്ടാവുന്നുണ്ട്? ഈ പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ, അത് എന്ത് ചെയ്യുന്നില്ല? ഒരു അപ്പക്കഷ്ണം പോലും നമ്മളോട് തിരിച്ചാവശ്യപ്പെടുന്നില്ല. അതായത് ഈ പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. അത് തിരിച്ച് നമ്മളോട് ഒരു റിവാർഡും ഒരു ഗിഫ്റ്റും അതിന് എന്തെങ്കിലും തിരിച്ചൊന്നും അത് പ്രതീക്ഷിക്കാതെയാണ്, അല്ല തിരിച്ച് അതിന് പകരമായി ഒന്നും ചോദിക്കാതെയാണ് പ്രതീക്ഷ എപ്പോഴും നമ്മളെ സഹായിക്കുന്നത് അല്ലെ. അതാണ് ഈ ഒരു പോമിന്റെ അർത്ഥം. ഫസ്റ്റ് സ്റ്റാൻസയുടെ ഒരു ഓൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്ത് ചെയ്യാണ്? ജീവിക്കുന്നുണ്ട്. അതിന് വാക്കുകളില്ലാതെ അത് നമുക്ക് ധൈര്യം നൽകുന്നു. അതൊരിക്കലും നമ്മെ വിട്ട്
പോകുന്നില്ല. സെക്കൻഡ് സ്റ്റാൻസിയിൽ എന്താണ് പറയുന്നത്? ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രതീക്ഷ നിലനിൽക്കും. പ്രതീക്ഷ അനേകം ആളുകൾക്ക് ധൈര്യവും ആശ്വാസവും നൽകിയിട്ടുണ്ട്. തേർഡ് സ്റ്റാൻസിയിൽ എന്താണ് പറയുന്നത്? പ്രതീക്ഷ എല്ലാവരെയും സഹായിക്കുന്നു, എന്നാൽ അതിന് പകരമായിട്ട് അത് ഒന്നും ആവശ്യപ്പെടുന്നില്ല. തികച്ചും നിസ്വാർത്ഥമായിട്ടാണ് പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നത് എന്നാണ് നമ്മുടെ തേർഡ് സ്റ്റാൻസ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പോം ഉള്ളത്. ഇതിൽ മക്കളെ ഇത് ഓരോന്നും സിമ്പിൾ ചെയ്യുന്നത് എന്താണ് എന്നും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ഈ ഒരു പോമിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എഴുതാൻ ഉപകരിക്കും. ബേർഡ് എന്ന് പറയുന്നത് ഹോപ്പാണ്, പ്രതീക്ഷയാണ് സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ സോൾ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ട്യൂൺ എന്ന് പറയുന്നത് എന്താണ്? കറേജിൻ്റെയും കംഫേർട്ടിൻ്റെയും ആ ഒരു മെസ്സേജാണ്. മെസ്സേജ് ഓഫ് കറേജ് ആൻഡ് കംഫേർട്ടാണ്. പിന്നെ ഗെയില് സ്റ്റോം എന്നൊക്കെ പറയുന്നത് ഡിഫിക്കൽട്ടീസ് ഓഫ് ലൈഫാണ്, ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ്. വാംത്ത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കംഫേർട്ടും കറേജും തന്നെയാണ്. അതേപോലെ ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ എന്നൊക്കെ പറയുന്നത് ചാലഞ്ചിങ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ലൈഫിലുള്ള കടുത്ത വെല്ലുവിളികളെയാണ്. അതേപോലെ ക്രം എന്ന് പറയുന്നത് ഇവിടെ റിവാർഡാണ്, അല്ലെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഒരു റിവാർഡാണ്, യാതൊരു പ്രതിഫലവും യാതൊരു സമ്മാനവും പ്രതീക്ഷിക്കുന്നില്ല. ഈ പോം വളരെ വ്യക്തമായിട്ട് തന്നെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് മക്കളെ ഇത്തരം പാഠഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എനിക്കുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് എന്നെ ഒന്ന് സഹായിക്കുക. ഓക്കെ, താങ്ക് യു.